ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ വിവേചനം നേരിടുന്നു. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി ദയനീയമാണ്. എന്നാൽ എല്ലാവർക്കും അഭയം നൽകുന്നതാണ് ഭാരതീയ സംസ്കാരമെന്നും കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റിൽ ഭരണഘടനാ വാർഷികത്തിന്റെ പ്രത്യേക ചർച്ചയിലാണ് ന്യൂനപക്ഷങ്ങൾ ഭാരതത്തിൽ സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ വിവേചനത്തിനിരയായിട്ടുണ്ട്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഹിന്ദു, സിഖ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ക്രൂരമായ അതിക്രമം നേരിടുകയാണ്. അയൽ രാജ്യങ്ങളിൽ വിവേചനം നേരിടുന്നവർ സംരക്ഷണത്തിനായി ആദ്യമെത്തുന്നത് ഭാരതത്തിലാണെന്നും എല്ലാവർക്കും അഭയം നൽകുന്ന സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. सबसे पहला देश जहां वो आते हैं संरक्षण लेने के लिए वो है भारत देश में. यहाँ सेफ है इसलिए तो आते हैं. फिर ऐसे बातें क्यों कहा जाता है कि इस देश में माइनॉरिटीज को कोई प्रोटेक्शन नहीं है. माइनॉरिटी ठीक है, इंसिडेंट कहीं होता होगा. माइनॉरिटी मेजोरिटी इंडिविजुअल घर घर में परिवार में भी झगड़ा होते हैं, गांव गांव में झगड़ा होते हैं. इसको भारत में अल्पसंख्यकों को कोई जगह नहीं दिया जा रहा है. आप गुरुद्वारा नहीं जाने दिया जा रहा है, मुसलमानों को दरगाह नहीं जाने दिया जा रहा है. ऐसे क्यों कहते हैं? इसलिए मैं कह रहा हूं कि ऐसा बातें नहीं करना चाहिए जिससे देश का छवि को नुकसान होता है. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം വസ്തുതാവിരുദ്ധവും രാജ്യത്തിന്റെ അഭിമാനം തകർക്കുന്നതുമാണ്. നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലുതു മാത്രമല്ല, ഏറ്റവും മനോഹരമാണെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ മുൻപോട്ട് പോകുന്നതെന്നും കിരൺ റിജിജു പറഞ്ഞു. ജനം, ഡൽഹി.